നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് LDF നേതൃത്വം കടക്കുമ്പോൾ ഏറെ ചർച്ചയാകുന്ന കോഴിക്കോട്ടെ മണ്ഡലം അത് കോഴിക്കോട് നോർത്തിലെ കോനാട് ബീച്ച് ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇടത് MLA പിന്നീട് ആ ഭാഗത്തേക്കേ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. LDFനാണ് 13 നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഈ 13 മണ്ഡലങ്ങളിലും LDFനാണ് ആധിപത്യം. പക്ഷേ ഈ മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരേ പല്ലവി തന്നെ. ജയിച്ചു കയറിയ ജനപ്രതിനിധികളൊന്നും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. കടലിന്റെ മക്കൾക്കും പറയാനുണ്ട് ചിലത്. കല്ലിടുന്നതിനനുസരിച്ച് താന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ ഇത്രയും ഈ വെള്ളം അടിക്കുന്ന സമയത്ത് ഞങ്ങൾ മുറ്റത്തും കോലായിൽ വരെ വെള്ളമാണ്. ഒരു വോട്ടും മാറ്റി പോകും. ഇലക്ഷൻ മന്ത്രിമാർ എല്ലാം കയറിയിരിക്കണ്ടല്ലോ. അതിപ്പോ നിയമസഭ വന്നാലും ഇപ്പൊ പറഞ്ഞു പോകാനൊന്നും ചെയ്യുന്നില്ല. കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിലെ കോനാട് ബീച്ചിലാണ് നമ്മളുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ കോനാട്ടിലെ 100ഓളം ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം: പരിഹരിക്കാതെ പോയ അവരുടെ കടൽഭിത്തിയുടെ പ്രശ്നം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ കോനാട് ബീച്ചിലെ കടലിന്റെ മക്കൾക്കും പറയാനുണ്ട് ചിലത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ ഇടത് സർക്കാരിനോടാണ് ഇവരുടെ ചോദ്യം. 3 കൊല്ലം ഞാൻ കാണുന്നതായി ഈ കടൽ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കടൽ എകരം 3 ഇത് ഉണ്ടായിരുന്നു. കല്ല് അട്ടി അങ്ങനത്തെ ഇപ്പോൾ ഒരു കല്ലട്ടിയായി. ഞാൻ അന്ന് ആ സമയത്ത് ഇങ്ങനെ ഇതേപോലെ പറഞ്ഞപ്പോൾ പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെക്കും ഇതിനായിട്ടുള്ള വന്നിട്ടില്ല. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്, ഇതാക്കും ചെയ്യുന്നുണ്ട്, എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുന്നേ പറഞ്ഞ് കല്ല് അടുത്ത് വരും, ഇത് പാസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്രയും ഈ വെള്ളം അടിക്കുന്ന സമയത്ത് ഞങ്ങൾ മുറ്റത്തും കോലായിൽ വരെ വെള്ളമാണ്. കിണറിൽ വെള്ളം ഇറങ്ങിയിട്ട് ആ കിണർ വെള്ളം നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കടലടിക്കുന്ന സമയത്ത്. രവീന്ദ്രൻ ഒരു വരുത്ത് വന്നപ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം കയറിയ സമയത്ത് നമ്മളവിടെ ഇവിടെ ഒക്കെ വന്ന് നോക്കി പോയതാണ്. എല്ലാ പാർട്ടിക്കാരും വന്നിക്കുന്നു. പക്ഷെ ഒരു കാര്യവും ഇല്ല ആരെ കൊണ്ടും. മഴയൊന്നു പെയ്താൽ തിരമാലകൾ അടിച്ചു കയറി വീടിനകത്തേക്ക് എത്തും. അതുവരെ സ്വരുക്കൂട്ടിയതൊക്കെ കടലെടുക്കും. ഒരു വോട്ടും മാറ്റി പോകും. ഇലക്ഷൻ മന്ത്രിമാർ എല്ലാം കയറിയിരിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ കടലിൽ നമ്മൾ നോക്കുന്ന കടലിൽ എപ്പോഴും നമുക്ക് കയറുന്നറിയില്ല. അപ്പം നമ്മുടെ കുഞ്ഞുമക്കളും ഇതൊക്കെ ജീവിക്കണം. നമ്മുടെ കടലിൽ ഏത് രാത്രി കയറണം. അപ്പം സുനാമി വന്നവരെ നമുക്ക് ഇതുവരെ കടലിൽ ഒറ്റ കിടക്കണേ. കടലിൽ ഭിത്തി പൊക്കുക. ഇപ്പോൾ ഈ റോഡ് വന്നിട്ട് താന്ന് കിടക്കുക. ഈ വീടൊക്കെ താന്ന് കിടക്കുകയാണ്. നമ്മൾ വെള്ളം കയറി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളമാണ്. അപ്പം അതുകൊണ്ട് നമുക്കുണ്ട് ഈ കടൽ ഭിത്തി പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കടലിനെ ശോഭ നമുക്ക് തീരും. കോനാട് ബീച്ചിലെ 100ഓളം വരുന്ന കടലോര നിവാസികളുടെ എല്ലാം കാലങ്ങളായുള്ള പ്രശ്നങ്ങളാണിത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച തോട്ടത്തിൽ രവീന്ദ്രൻ MLA പ്രദേശത്തെത്തി പ്രശ്നങ്ങളൊക്കെ കേട്ടുമടങ്ങിയതാണ്. പക്ഷേ വർഷം 5 കഴിഞ്ഞിട്ടും പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. കടൽഭിത്തിയൊന്ന് ഉയർത്തിക്കെട്ടിയാൽ തീരാവുന്നതാണ് ഇവരുടെ പ്രശ്നം. അതിപ്പോ നിയമസഭ വന്നാലും ഇപ്പൊ പറഞ്ഞു പോകാനൊന്നും ചെയ്യുന്നില്ല. എത്ര പാർട്ടിക്കാർ വന്നാൽ നോക്കി പോകുന്നുണ്ട്. കല്ല് വീഴാനല്ലേ കല്ലിന് പരിപാടിയൊന്നും നോക്കുന്നത്. വെള്ളം ഫുള്ളായിട്ടും കൂടി വരും. വെള്ളം അടിച്ചാൽ കടൽ പൊന്തിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കും. അപ്പൊ അന്ന് വന്നപ്പോൾ നോക്കി പോകും. പിന്നെ ആടെ നോക്കില്ല. കടൽഭിത്തി മുഴുവൻ കടലെടുത്ത അവസ്ഥയിലാണ്. അവശേഷിക്കുന്ന കല്ലുകൂടി കടലെടുത്താൽ തിരമാല ഇവിടെയുള്ള ഓരോരുത്തരുടെയും വീട്ടുപടിക്കലെത്തും. 2025 കടലാക്രമണത്തിൽ 10 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. കല്ലിടുന്നതിനനുസരിച്ച് താന്നു പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കടൽക്ഷോഭം വരുമ്പോൾ ഒരുപാട് ഇപ്പം 3-4 ലെയർ ഇത് ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പം അതിനനുസരിച്ച് ഇത് താഴോട്ട് ഇരുന്ന് പോകുന്നതിനെ കൊണ്ട് ഇത് എന്നുള്ളതാണ് ഒരു പറഞ്ഞത്. ഇതിന് മുന്നേ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്ന കോനാട്ടിലെ ജനത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി ഇടതിനൊപ്പമാണ് നിൽക്കാറ്. എന്നാൽ ഇത്തവണ തങ്ങൾക്കൊപ്പം നിൽക്കാത്ത ഇടത് വലത് മുന്നണികളെ കോനാട് നിവാസികൾ കൈയൊഴിയാനാണ് സാധ്യത. ഇനി ഇവിടുത്തുകാരുടെ ഏക പ്രതീക്ഷ BJP ആണ്. ജനം, കോഴിക്കോട്.